കോതമംഗലത്ത് 6 വയസ്സുകാരിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് രണ്ടാനമ്മ അനീഷ. പിന്നിൽ ആഭിചാര ബന്ധമെന്നും സംശയം. ഇടുക്കി കുമളിയിൽ 4.5 വയസ്സുകാരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾക്ക് തടവും പിഴയും. കാക്കി കോതമംഗലത്ത് 6 വയസ്സുകാരി അതിക്രൂരമായി കൊലപ്പെടുത്തിയത് രണ്ടാനമ്മ അനീഷ. ഭർത്താവിനെ നഷ്ടപ്പെടുമെന്ന സംശയമാണ് കൊലപാതകത്തിന് കാരണം. കുട്ടിയുടെ വായും മൂക്കും അടച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊലപാതകം നടത്തിയതെന്ന് പ്രതി മൊഴി നൽകി. അനീഷയുമായി താമസിച്ചിരുന്ന വീട്ടിൽ അനീഷയുടെ സംഘം തെളിവെടുപ്പ് നടത്തി. അതേസമയം കൊലപാതകത്തിന് പിന്നിൽ ആഭിചാര ബന്ധമുണ്ടോ എന്ന സംശയവും ശക്തമാവുകയാണ്. उसके बाद में जो पति कितना बजे गया था इधर से खाना? हाँ 10:30 बजे खाना खाया, 11 बजे गया. उसके बाद किया है जाने के बाद में जो हुआ അങ്ങോട്ടാണോ തല വെച്ച് കിടന്നത്? ഇവിടെ തല വെച്ചു, ഇവിടെ ഇരുന്നിട്ടാ ചെയ്തിരുന്ന കൊച്ചു തല വെച്ച് കിടന്ന അങ്ങോട്ടോ? ആ കൊച്ചും കൂടെ തല വെച്ചു. മരിച്ചിടുന്നത് ഇങ്ങോട്ടാണ് തല തിരിച്ചിട്ട് ഇവിടെ ഇരുന്നിട്ട് 11 മണിക്ക് ഭർത്താവ് പോയതിനു ശേഷം ചെയ്ത കാര്യം. 6 വയസ്സുകാരി മുക്സാനെ കിടന്നിറങ്ങുന്നതിനിടെ വായും മൂക്കും പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചായിരുന്നു കൊലപാതകം. അനീഷയുടെ ഭർത്താവ് അജാസ് ഖാന് ആദ്യ ഭാര്യയിലുണ്ടായ കുട്ടിയാണ് മുക്സാൻ. കുട്ടിയുമായി സംസാരിക്കാൻ അജാസ് ഖാന്റെ ആദ്യ ഭാര്യ ഇടയ്ക്കിടെ വിളിക്കാറുണ്ട്. പിരിഞ്ഞു കഴിയുന്ന അജാസ് ഖാനും ആദ്യ ഭാര്യയും കുട്ടിയുടെ പേരിൽ വീണ്ടും ഒന്നിക്കുമോ എന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതിയുടെ വെളിപ്പെടുത്തൽ. അനീഷ അല്ലാതെ കേസിൽ മറ്റാർക്കും ബന്ധമില്ലെന്നും പോലീസ് വ്യക്തമാക്കി. പ്രതി അനീഷയുമായി ഇവർ താമസിച്ചിരുന്ന വീട്ടിലെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തി. കൊല്ലപ്പെട്ട 6 വയസ്സുകാരിയും അനീഷയുടെ 2.5 വയസ്സുള്ള കുട്ടിയും ഒരുമിച്ച് ഒരു മുറിയിലാണ് കിടന്നിരുന്നത്. അജാസ് ഖാൻ വീട്ടിലില്ലായിരുന്ന സമയം അനീഷ കുട്ടികളുടെ മുറിയിലെത്തി കൊലപാതകം നടത്തുകയായിരുന്നു. अनीशा उत्तर प्रदेश शामली निवासी पुलिस അറസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ബാക്കിയെല്ലാം നടപടി ചെയ്യണം. നേരിട്ട് ഇൻഫ്ലുവൻസ് ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു തെളിവില്ല. കാരണം ആ ദിവസം ഈ സ്ത്രീ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ ഈ സ്ത്രീയുടെ നേരിട്ട് ഇതുവരെ നൗഷാദിന് ഒരു കമ്മ്യൂണിക്കേഷൻ വേറെ ഒന്നും ഉണ്ടായിരുന്നു. ഇന്നലെ പുലർച്ചെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ അജാസ് ഖാൻ കുട്ടിയെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ കണ്ണു തുറന്നില്ല. തുടർന്ന് നാട്ടുകാരെ വിളിക്കുകയായിരുന്നു. സംശയം തോന്നിയ അയൽവാസികളാണ് പോലീസിൽ വിവരം അറിയിച്ചത്. രാത്രി ഉറങ്ങാൻ കിടന്ന കുട്ടി ഉറക്കത്തിൽ മരിച്ചതാവാമെന്നായിരുന്നു അനീഷ ആദ്യം പറഞ്ഞത്. കുട്ടിയുടെ മരണം ശ്വാസം മുട്ടിയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ കൊലപാതകം തെളിഞ്ഞു. ഇതിനിടെ അജാസ് ഖാനെയും അനീഷയെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഉത്തർപ്രദേശ് സ്വദേശികളാണ് അജാസ് ഖാനും ഭാര്യ അനീഷയും. ആദ്യ ഭാര്യയുമായി പിരിഞ്ഞ ശേഷം ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അജാസ് ഖാൻ യുപിയിൽ നിന്നും അനീഷയെ കൂട്ടിക്കൊണ്ടുവന്ന് ഒപ്പം താമസം തുടങ്ങിയത്. ക്യാമറമാൻ മനോജ് വട്ടിയൂർക്കാവിനൊപ്പം കിരൺകുമാർ, ജനം, കൊച്ചി. ഇടുക്കി കട്ടപ്പനയിൽ CPM ഭരിക്കുന്ന റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക് ഭരണസമിതിക്കെതിരെ കുറിപ്പെഴുതി വെച്ച ശേഷം നിക്ഷേപകൻ ബാങ്കിന് മുന്നിൽ തൂങ്ങി മരിച്ചു. കട്ടപ്പന പന്നിക്കവല സ്വദേശി സാബുവാണ് മരിച്ചത്. ഭാര്യയുടെ ചികിത്സയ്ക്കായി പണം ആവശ്യപ്പെട്ടെത്തിയപ്പോൾ ബാങ്ക് ജീവനക്കാർ സാബുവിനെ അപമാനിച്ച് ഇറക്കിവിട്ടിരുന്നു. പണവും നൽകിയില്ല. ഇതിൽ മനം നൊന്തായിരുന്നു ആത്മഹത്യ. ഭാര്യയുടെ ചികിത്സാവശ്യത്തിനായി 2 ലക്ഷം രൂപയാണ് സാബു ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഈ തുക നൽകാൻ ബാങ്ക് ഭരണസമിതി തയ്യാറായില്ല. പണം ആവശ്യപ്പെട്ട് എത്തിയപ്പോഴെല്ലാം ബാങ്ക് ജീവനക്കാർ സാബുവിനെ അപമാനിച്ചിറക്കി വിട്ടു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആശുപത്രിയിൽ കഴിയുന്ന ഭാര്യയെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യേണ്ടിയിരുന്നതിനാൽ ഇന്നലെയും സാബു ബാങ്കിലെത്തിയിരുന്നു. പണം ചോദിച്ചപ്പോൾ രോഷാകുലരായ ബാങ്ക് ജീവനക്കാർ സാബുവിനെ അസഭ്യം പറയുകയും മർദ്ദിച്ച് ഇറക്കി വിടുകയുമായിരുന്നു. ഈ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ കട്ടപ്പന റൂറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സൊസൈറ്റിയിൽ അത്യാവശ്യം 35 ലക്ഷത്തോളം രൂപ ഡിപ്പോസിറ്റ് ഇട്ടതായിട്ടാണ് എനിക്ക് എന്നോട് പറഞ്ഞ് എനിക്ക് അറിയാൻ കഴിയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം ഡിപ്പോസിറ്റ് ഇട്ടതാണ്. അതുകൊണ്ട്
കൂടാതെ പുള്ളി കഴിഞ്ഞ വർഷം വെള്ളാങ്കുടിയിൽ ഒരു സ്ഥലം വാങ്ങിച്ചു, കുറച്ച് പൈസ കൊടുത്ത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി പല പ്രാവശ്യം പെങ്ങൾ രണ്ടുപേരും ബാങ്ക് കയറി ഇറങ്ങി. അതിൽ നിന്ന് പല പ്രാവശ്യങ്ങളായിട്ട് കുറച്ച് പൈസ പുള്ളി ഒത്തിരി ബുദ്ധിമുട്ടിയാണ് പുള്ളിക്ക് ആ പൈസ കുറച്ച് പൈസ തിരിച്ചു കൊടുത്തത്. ആ പൈസ പൊതുജലസത്തിൽ നിന്ന് ഒരു 14 ലക്ഷം രൂപയോളം തിരിച്ചു കിട്ടിയതായിരുന്നു. അത് കഴിഞ്ഞ് ബാക്കി പൈസയുടെ മാസം തോറും പൈസ പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിയുന്നത്. അതുകൂടാതെ പെങ്ങൾ കഴിഞ്ഞ ബുധനാഴ്ച മുതലക്കോട് ആശുപത്രിയിൽ യൂട്രസ് റിമൂവലുമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിറ്റാണ്. അപ്പോൾ അത് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇന്ന് ഡിസ്ചാർജ് ആകേണ്ടതായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ പുള്ളി ബാങ്കിൽ ചെല്ലുകയും 2 ലക്ഷം രൂപ അത്യാവശ്യമായിട്ട് വൈഫിന് ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്തു. പക്ഷേ പൈസ കൊടുക്കാതിരിക്കുകയും അവിടെ ബാങ്കിൽ എന്തോ വാക്കുതർക്കം ഉണ്ടാകുകയും ഇതെന്നുള്ള ഉണ്ടായതായിട്ടാണ് എനിക്ക് എൻ്റെ ചേട്ടൻ്റെ വൈഫിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ചേട്ടൻ്റെ വൈഫ് അവിടെ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ വാക്കുതർക്കം ഉണ്ടാകുകയും ബാങ്കിൽ നിന്ന് പൈസ കൊടുക്കാതെ പുള്ളിയെ തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. കാരണം പെങ്ങളെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടാണ് 2 ലക്ഷം രൂപയോളം പേയ്മെൻറ്റ് ചെയ്യണമായി ഹോസ്പിറ്റലിൽ. അതുമായിട്ട് ബന്ധപ്പെട്ട പൈസ കൊടുത്തില്ല. അതുകൂടാതെ വൈകിട്ട് മകനിൽ നിന്ന് എനിക്ക് കിട്ടിയ മൊഴി അനുസരിച്ച് ഇളയ മകൻ വീട്ടിലുണ്ടായിരുന്നു. അവനാണ് ഈ ബോഡി ഒന്ന് കാണുന്നത്. അവൻ പറഞ്ഞ മൊഴി അനുസരിച്ച് പപ്പ ഇങ്ങനെ രാത്രി ഭയങ്കര ഡള്ളായിട്ടാണ് വീട്ടിൽ വന്നത്. മാനസിക വിഷമത്തിലായിരുന്നു. ബാങ്കുകാരെ വിളിച്ച് പുള്ളിയെ ഭീഷണിപ്പെടുത്തായിട്ടാണ് അത് നിനക്ക് നീ ബാങ്കിൽ വന്ന് പ്രശ്നം ഉണ്ടായി നിനക്കെതിരെ കേസ് കൊടുക്കും, നടപടിയെടുക്കും, വെറുതെ വിടില്ല എന്നുള്ള ഭീഷണി ഉണ്ടായതാണ് അറിവുള്ളത്. ബാങ്ക് സെക്രട്ടറി റെജി, ജീവനക്കാരായ ബിനോയ്, സുജമോൾ എന്നിവർക്കെതിരെയാണ് ആത്മഹത്യാക്കുറിപ്പിൽ സാബു പേരെടുത്ത് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ബാങ്കിൽ നിന്നും തിരികെ വീട്ടിലെത്തിയ ശേഷം സാബു നിരാശനായിരുന്നുവെന്നും വീട്ടുകാർ പറയുന്നു. ബാങ്ക് പ്രസിഡന്റിനെതിരെയും ജീവനക്കാർക്കെതിരെയും നടപടിയെടുത്തില്ലെങ്കിൽ മൃതദേഹം വിട്ടു നൽകില്ല എന്ന നിലപാടിലായിരുന്നു കോൺഗ്രസും BJPയും വ്യാപാരികളും. ഇതോടൊപ്പം കട്ടപ്പന നഗരസഭയിൽ സംയുക്ത സമരസമിതി ഹർത്താലും നടത്തി. കോടിക്കണക്കിന് രൂപയാണ് കൊടുക്കാനുള്ളത്. ഇത് ഈ പ്രതിസന്ധിക്കിടയിലും CPM എന്താ ചെയ്തത് മനസ്സിലായി. കൊച്ചിയിൽ ക്രിസ്മസ് ആഘോഷത്തിനിടെ മദ്യപിച്ച വിദ്യാർത്ഥികൾക്ക് ആരോഗ്യ പ്രശ്നം. ഒരാൾ ആശുപത്രിയിൽ ചികിത്സ തേടി. 7 വിദ്യാർത്ഥികൾക്കാണ് ആരോഗ്യ പ്രശ്നം അനുഭവപ്പെട്ടത്. ചെറായിലെ ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മദ്യപിച്ചത്. കുട്ടികൾക്ക് മദ്യം നൽകിയതാരാണെന്ന് കണ്ടെത്താൻ എക്സൈസ് അന്വേഷണം ആരംഭിച്ചു. സ്കൂളിൽ ഇന്ന് ക്രിസ്മസ് ആഘോഷമായിരുന്നു. ഇതിന്റെ ആഘോഷത്തിനായി നേരത്തെ തന്നെ കുട്ടികൾ മദ്യം വാങ്ങി വെച്ചിരുന്നു. ആഘോഷങ്ങൾ തുടങ്ങുന്നതിന് മുമ്പായി മദ്യപിച്ചു. ആദ്യമായി മദ്യം രുചിച്ച എല്ലാവർക്കും ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായി. ഇതിൽ ഒരാൾക്ക് ചികിത്സ നൽകേണ്ടി വന്നു. 3-4 ദിവസം മുമ്പാണ് മദ്യം വാങ്ങി സൂക്ഷിച്ചത്. നേരിട്ട് വാങ്ങാനെത്തിയപ്പോൾ കൊടുക്കാത്തതിനെ തുടർന്ന് മറ്റൊരാൾക്ക് 100 രൂപ അധികം നൽകിയാണ് മദ്യം വാങ്ങിച്ചതെന്നും വിവരമുണ്ട്. എക്സൈസ് ഞാറക്കൽ റേഞ്ച് ഇൻസ്പെക്ടർ മനോജ് കുമാർ സിന്റെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മുനമ്പം പോലീസും സ്ഥലത്തെത്തി. കുട്ടികളായതുകൊണ്ട് തന്നെ ഇവരുടെ തിരിച്ചറിയൽ വിവരങ്ങൾ രഹസ്യമാക്കിയും എന്നാൽ കുട്ടികൾക്ക് മദ്യം നൽകി ലഹരിക്ക് അടിമകളാക്കാൻ ശ്രമിച്ചവരെ കണ്ടെത്താനുമുള്ള വിശദമായ അന്വേഷണമാണ് നടക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലെന്നും ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും എക്സൈസ് ചൂണ്ടിക്കാട്ടുന്നു. വൈപ്പിൻ മേഖലയിലെ തന്നെ മറ്റൊരു സ്കൂളിൽ വിദ്യാർത്ഥികൾ കോളയിൽ മദ്യം കലക്കി കുടിച്ചത് പിടിച്ചത് കഴിഞ്ഞ വർഷമായിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ബോധവൽക്കരണ പരിപാടികൾ കാര്യക്ഷമമാക്കിയും അധ്യാപകരുടെ കൂടി സഹായത്തോടെയും ലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾ തുടരാനാണ് എക്സൈസും പോലീസും ശ്രമിക്കുന്നത്. ജനം, കൊച്ചി. ഇടുക്കി കുമ്മളിയിൽ 4.5 വയസ്സുകാരൻ ഷഫീഖിനെ പിതാവും രണ്ടാനമ്മയും ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾക്ക് തടവും പിഴയും. ഒന്നാം പ്രതി ഷെരീഫിന് 9 വർഷം തടവും 50,000 രൂപ പിഴയും, രണ്ടാം പ്രതി അനീഷയ്ക്ക് 15 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയുമാണ് ഇടുക്കി 1ാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത്. വിധിയിൽ സന്തോഷമുണ്ടെന്നും ഷഫീഖിന് നീതി ലഭിച്ചെന്നും പോറ്റമ്മ രാഗിണി പ്രതികരിച്ചു. 4 വയസ്സുകാരനായ ഷഫീഖിനെ മർദ്ദിച്ച കേസിൽ പ്രതികളായ പിതാവ് ഷെരീഫും രണ്ടാനമ്മ അനീഷയും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഉച്ചയ്ക്ക് ശേഷമാണ് കോടതി ശിക്ഷ വിധിച്ചത്. ഷെരീഫിന് 7 വർഷം കഠിന തടവ് കൂടാതെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം 1 വർഷവും 323 വകുപ്പ് പ്രകാരം 1 വർഷവും കഠിന തടവ് വിധിച്ചിട്ടുണ്ട്. ആകെ 9 വർഷത്തെ കഠിന തടവ്. കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച രണ്ടാം പ്രതിയും രണ്ടാനമ്മയുമായ അനീഷയ്ക്ക് 10 വർഷം കഠിന തടവിന് പുറമെ 324 വകുപ്പ് പ്രകാരം 3 വർഷവും 323 വകുപ്പ് പ്രകാരം 1 വർഷവും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം 1 വർഷവും ശിക്ഷ വിധിച്ചു. 15 വർഷത്തെ കഠിന തടവ് അനീഷ അനുഭവിക്കണം. പ്രതീക്ഷിച്ച വിധിയാണ് ഉണ്ടായതെന്നും വിധി തൃപ്തികരമെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു.
ആദ്യ പ്രതികരണം ഷെഫീഖിന് കഴിഞ്ഞ ഏകദേശം 2013 തുടങ്ങിയ കേസ് 11 വർഷം നീണ്ട ഒരു നിയമ പോരാട്ടത്തിന് ശുഭപ്രതീക്ഷയോടുകൂടി ഒരു ശുഭാന്തി ഉണ്ടായിട്ടുണ്ട്. ഷെഫീഖിന് നീതി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഈ കേസിൽ പ്രധാനമായിട്ടും ഒന്നാം പ്രതിക്ക് 326 IPC പ്രകാരം 7 വർഷം തടവും 50,000 രൂപ പിഴയും, അതുപോലെ തന്നെ 323 IPCക്ക് 1 വർഷം തടവും, JJ ആക്ട് പ്രകാരം 23 പ്രകാരം 1 വർഷം തടവും, രണ്ടാം പ്രതിക്ക് 307 IPC പ്രകാരം 10 വർഷം തടവും 2 ലക്ഷം രൂപയും പിഴയും, 324 IPC പ്രകാരം 3 വർഷം തടവും, 323 IPC പ്രകാരം 1 വർഷം തടവും, JJ ആക്ട് 23 പ്രകാരം 1 വർഷം തടവുമാണ് വിധിച്ചിരിക്കുന്നത്. 2013 ജൂലൈ 15-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. വീണു പരിക്കേറ്റു എന്ന് പറഞ്ഞാണ് ഷെരീഫ് കുട്ടിയെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഡോക്ടർക്ക് തോന്നിയ സംശയങ്ങളിൽ നിന്നും 3 വർഷമായി കുട്ടി അനുഭവിക്കുന്ന കൊടിയ പീഡനങ്ങളുടെ ഞെട്ടിക്കുന്ന കഥ പുറത്തു വന്നു. പട്ടിണിക്കിട്ടും ക്രൂരമായി മർദ്ദിച്ചും പൊള്ളിച്ചും ഇരുവരും കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കിയിരുന്നു. മർദ്ദനത്തിൽ ഷെഫീഖിന്റെ തലച്ചോറിന്റെ 75% പ്രവർത്തനം നിലച്ചു. 11 വർഷത്തിനിപ്പുറം മികച്ച ചികിത്സയും പോറ്റമ്മയുടെ പരിചരണവും ലഭിച്ചതോടെ ഷെഫീഖ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു തുടങ്ങി. ഷെഫീഖിന് നീതി കിട്ടിയെന്നും കേരളക്കര ആഗ്രഹിച്ച വിധിയാണ് ഉണ്ടായതെന്നും ഷെഫീഖിന്റെ പോറ്റമ്മ രാഗിനി പറഞ്ഞു. കേരളത്തിന്റെ എല്ലാ തെറ്റ് ചെയ്തവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും വാമച്ചിയുടെ കൂടെ നിന്നതുകൊണ്ട്, അതായത് അവന് ഒന്നും പറയാൻ പറ്റിയില്ലേലും അവന് ന്യായം, അവന് നീതി കിട്ടി, അതിൽ സന്തോഷമുണ്ട്. 2013 രജിസ്റ്റർ ചെയ്ത കേസിൽ 2022 വാദം ആരംഭിച്ചത്. വധശ്രമം, ക്രൂരമർദ്ദനം, പൊള്ളലേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസെടുത്തത്. കേസിൽ ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്നത് അന്വേഷണ സംഘത്തിന് വെല്ലുവിളി സൃഷ്ടിച്ചു. കുട്ടിയുടെ ശരീരത്തിലെ 150-ലധികം വരുന്ന മുറിവുകളും സാഹചര്യ തെളിവുകളും ശേഖരിച്ച പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തു. കേരളക്കരയുടെ മനസാക്ഷിയെ ഒന്നാകെ പിടിച്ചുലച്ച സംഭവത്തിൽ 11 വർഷത്തിനിപ്പുറം നീതി പുലർന്നതിന്റെ സന്തോഷത്തിലാണ് ഏവരും. സുബിൻ തോമസ്, ജനം, ഇടുക്കി. വയനാട് മാനന്തവാടിയിൽ വനവാസി യുവതിയുടെ മൃതദേഹം ഓട്ടോയിൽ കൊണ്ടുപോയ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്താതെ ട്രൈബൽ വകുപ്പ്. കുറ്റം സസ്പെൻഡ് ചെയ്ത ട്രൈബൽ പ്രൊമോട്ടറുടെ തലയിൽ കെട്ടിവെച്ച് കൈയൊഴിയാൻ ഒരുങ്ങുകയാണ് ഉദ്യോഗസ്ഥർ. സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മാനന്തവാടി പള്ളിക്കൽ വീട്ടിച്ചാൽ സ്വദേശിയായ വനവാസി യുവതിയുടെ മൃതദേഹം ഓട്ടോയിൽ കൊണ്ടുപോയത്. വനവാസി യുവതിയുടെ മൃതദേഹം കൊണ്ടുപോകാൻ ആംബുലൻസ് ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു വിധത്തിലുള്ള നടപടിയും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. തുടർന്നാണ് മറ്റു വാഹനങ്ങൾ കിട്ടാത്തതിനെ തുടർന്ന് മൃതദേഹം ഓട്ടോയിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. മാധ്യമങ്ങൾ വാർത്ത ഏറ്റെടുത്തതോടെ പ്രതിരോധത്തിലായ ട്രൈബൽ വകുപ്പ് ട്രൈബൽ പ്രൊമോട്ടറെ സസ്പെൻഡ് ചെയ്തു. എന്നാൽ നാളിതുവരെയായിട്ടും മറ്റു നീക്കങ്ങളൊന്നും ഉണ്ടായില്ല. വനവാസി വിഭാഗങ്ങളെ കോൺഗ്രസും CPM വിഡ്ഢികളാക്കുകയാണെന്ന് BJP സംസ്ഥാന സമിതി അംഗം സജി ശങ്കർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. ഈ ദിവസം പ്രൊമോട്ടർമാരെ എല്ലാം വിളിച്ചു ചേർത്തുകൊണ്ട് ഇടവകയിൽ കോൺഗ്രസിന്റെ ഭരണസമിതി ഭരിക്കുന്ന ഇടവകയിലേക്ക് CPM മാർച്ച് നടത്തുന്നു. ഇത് ശരിക്കും ആദിവാസികളെ രണ്ട് കോൺഗ്രസും CPM വിഡ്ഢികളാക്കിക്കൊണ്ട് ഈ ആദിവാസികളെ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യമാണ് ഇന്ന് ഈ മണ്ഡലത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വ്യക്തമായ ആദിവാസി വിഭാഗങ്ങളുടെ കൂടെ നോക്കും, അവർക്ക് നീതി മേടിച്ചു കൊടുക്കാനും ഈ കാര്യങ്ങളിൽ ഗവൺമെന്റ് കണ്ണുറപ്പിക്കുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധങ്ങളുടെ നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ട്രൈബൽ വകുപ്പിന് ഒന്നാകെ ഉത്തരവാദിത്തം ഉണ്ടെന്നിരിക്കെയാണ് പ്രൊമോട്ടറെ മാത്രം സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി. പ്രൊമോട്ടറെ മാത്രം സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി യാതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നുമാണ് BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നറിയിപ്പ്. ജനം, വയനാട്. മാരകലഹരി വസ്തുവുമായി യുവാവ് പിടിയിൽ. പേരൂർക്കട സ്വദേശി അൽബസിയാണ് എക്സൈസിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്നും 25 ഗ്രാം മെറ്റാഫെറ്റമിൻ പിടികൂടി. പ്രതിക്ക് മയക്കുമരുന്ന് കച്ചവടവും ഉപയോഗവുമുള്ളതായി പോലീസ് കണ്ടെത്തി. സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷാജഹാന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷ് കുമാർ, സന്തോഷ് കുമാർ, സുരേഷ് ബാബു, ശരത്, കൃഷ്ണപ്രസാദ്, ഷൈനി എന്നിവരാണ് പങ്കെടുത്തത്.